ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആറ്റത്തെക്കുറിച്ചും രസതന്ത്രത്തെക്കുറിച്ചും ആണ്. അതിൻ്റെ ആമുഖമാണ് പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ആറ്റത്തിലെ കണങ്ങളെ കുറിച്ച് ആണ്. ആറ്റത്തിലെ കണങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയാണ്. അപ്പോൾ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയാണ് ആറ്റത്തിലെ കണങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും, എന്നാൽ ന്യൂട്രോണിന് ചാർജ് ഇല്ല. പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോണും നെഗറ്റീവ് ചാർജ് ഉള്ളത് ഇലക്ട്രോണും, ചാർജ് ഇല്ലാത്തത് ന്യൂട്രോണും ആണ്. ഇവയുടെ ഭാരമാണ്. പ്രോട്ടോണിൻ്റെ ഭാരം 1.672 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. ഇലക്ട്രോണിൻ്റെ ഭാരം 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം. ന്യൂട്രോണിൻ്റെ ഭാരം 1.676 ഇൻറ്റു 10⁻27 കിലോഗ്രാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവയുടെ ഭാരം എന്ന് പറയുന്നത്. ഇനി ആറ്റത്തിൻ്റെ കേന്ദ്രത്തെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കേന്ദ്രത്തിലെ കണങ്ങളെന്ന് പറയുന്നത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ആണ്. ഇപ്പോൾ ന്യൂക്ലിയസിലെ കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ആണ്. ഇതിൽ ഭാരം കൂടിയ ഈ മൂന്ന് കണങ്ങളിൽ ഭാരം കൂടിയത് ന്യൂട്രോണിനും ഭാരം കുറവ് ഇലക്ട്രോണിനും ആണ്. അപ്പോൾ മൂന്ന് കണങ്ങളിൽ ഭാരം കൂടിയത് ന്യൂട്രോണും ഭാരം കുറഞ്ഞത് ഇലക്ട്രോണും ആണ്. ഇനി ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതുപോലെ അറ്റോമിക സംഖ്യ അല്ലെങ്കിൽ അറ്റോമിക നമ്പർ എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക സംഖ്യ എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് അറ്റോമിക ഭാരം? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെത്തുകയാണ് അറ്റോമിക ഭാരം അല്ലെങ്കിൽ മാസ് നമ്പർ എന്ന് പറയുന്നത്. എന്താണ് മാസ് നമ്പർ? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെത്തുകയാണ് അതിൻ്റെ അറ്റോമിക ഭാരം എന്ന് പറയുന്നത്. ഇനി ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെയാണ് ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓർബിറ്റ് എന്താണ് എന്ന് ചോദിക്കുക. എന്താണ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെയാണ് ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ എന്ന് പറയുന്നത്. ഇനി ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനേക്കാൾ 10⁻5 മടങ്ങ് അല്ലെങ്കിൽ ഇരട്ടി വലിപ്പമാണ് ആ ആറ്റത്തിന് ഉള്ളത്. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനേക്കാൾ 10⁻5 ഇരട്ടി വലിപ്പമാണ് ആറ്റത്തിന് ഉള്ളത്. അത്രയും നമ്മൾ മനസ്സിലാക്കി. ഇനി ഓരോ കണങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് മനസ്സിലാക്കണം. അല്ല, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആര്? ഇപ്പം ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. അദ്ദേഹം തന്നെയാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. റൂദർഫോർഡ് എന്ന സയൻറ്റിസ്റ്റാണ് ന്യൂക്ലിയസും പ്രോട്ടോണും കണ്ടുപിടിച്ചത്. എന്നാൽ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പോൾ ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. അപ്പോൾ ആരാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്? ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഇപ്പോൾ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച റൂദർഫോർഡ്, അതുപോലെ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്
ആരാണ്? J.J. തോംസൺ. ഇനി മൂലകങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഫോട്ടോണുകളെയാണ്. എന്താണ്? മൂലകങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് എന്ന് അറിയപ്പെടുന്നത് ഫോട്ടോണിനെയാണ്. ഫോട്ടോണിന്റെ എണ്ണം കണക്കാക്കിയാണ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ആറ്റത്തിന് അണു എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ ഋഷിവര്യനാണ് കണാരൻ എന്ന് പറയുന്നത്. കണാദൻ ഒരു ഋഷിവര്യനാണ്, ഒരു സയന്റിസ്റ്റ് കൂടിയാണ്. പ്രാചീന ഇന്ത്യയിലെ സയന്റിസ്റ്റ് കൂടിയാണ് കണാദൻ. ഇനി ചാർജുള്ള ആറ്റങ്ങളെ അയോണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ചാർജുള്ള ആറ്റങ്ങളെ അയോണുകൾ എന്ന് അറിയപ്പെടുന്നു. ഇനി ഒരു ആറ്റത്തിന് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതകൾ അറിയപ്പെടുന്നത് KLMN എന്നീ പേരുകളിൽ ആണ്. അപ്പൊ ഇതിൽ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് 2n² എന്ന ഫോർമുല ഉപയോഗിച്ച് ആണ്. അതിൽ n എന്ന് പറയുന്നത് ഷെല്ലുകളുടെ എണ്ണം ആണ്. KLMN എന്നീ പേരുകളിലാണ് ഷെല്ലുകൾ അറിയപ്പെടുന്നത്. ഈ ഓരോ ഷെല്ലിലും ഉള്ള ഊർജ മേഖലകളെ സബ്സെല്ലുകൾ എന്ന് പറയുന്നു. ഓരോ സെല്ലിലുമുള്ള ഊർജ മേഖലയെ എന്തെന്നാണ് വിളിക്കുന്നത്? സബ് ഷെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. അത് S, P, D, F എന്നിവയാണ് സബ്സെല്ലുകൾ പ്രധാനപ്പെട്ട. അതിൽ S എന്ന് പറയുന്നത് ഷാർപ്പ്, P പ്രിൻസിപ്പൽ, D ഡിഫ്യൂസ്, F ഫണ്ടമെന്റൽ എന്നിങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു സബ് ഷെല്ല് കൂടെ ഉണ്ട്, അത് G ആണ്. അപ്പൊ ഇത്രയാണ് ആറ്റത്തിന്റെ കണങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.